إن الحمد لله نحمده ونستعين به ونتوكل عليه ونعوذ بالله من أنفسنا ومن سيئات أعمالنا وأشهد أن لا إله إلا الله وحده ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها المدثر قم فأنذر وربك فكبر وثيابك فطهر والرجز فاهجر اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സമാദരണീയരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, പരമകാരുണികനും കരുണാവാരിധിയുമായ പടച്ച റബ്ബിൻ്റെ ദീനി വിധിവിലക്കുകളെ വിശുദ്ധി ആഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ സർവ്വ സന്ദർഭങ്ങളിലും പാലിക്കുന്ന മുത്തഖീങ്ങളായ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടണമേ എന്ന് എന്നെയും നിങ്ങളെയും ഒരുമിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കുന്ന സൽക്കർമ്മനിരതമായ ജീവിതം നശ്വരമായ ഐഹിക ജീവിതത്തിൻ്റെ സർവ്വ സന്ദർഭങ്ങളിലും നിലനിർത്തുന്ന ഭക്തിയിലധിഷ്ഠിതമായി ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന മുത്തഖീങ്ങളായ മുസ്ലിമീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 74-ാം അധ്യായം സൂറത്തുൽ മുദ്ദസ്സിറാണ്. അതിലേതാനും സൂക്തങ്ങളാണ് ആമുഖമായി ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൊടുക്കുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ആദ്യ സൂക്തങ്ങളുടെ അവതരണത്തിന് ശേഷം ഭയവിഹ്വലനായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയും ഖദീജ റളിയല്ലാഹു അൻഹ പ്രവാചകനെ പുതപ്പിട്ട് മൂടി ആശ്വാസം നൽകുകയും അതിന് ശേഷം അവതരിപ്പിക്കപ്പെട്ട സൂക്തങ്ങളിൽപ്പെട്ട ഏതാനും ആയത്തുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ അയ്യുഹൽ മുദ്ദസ്സിർ, അല്ലയോ പുതപ്പിട്ട് മൂടിയവനെ, പുതച്ചു മൂടി കിടക്കുന്നവനെ, ഖും ഫഅൻദിർ, താങ്കൾ എഴുന്നേൽക്കണം, ഫഅൻദിർ എന്നിട്ട് വലിയ ഉത്തരവാദിത്തത്തിലേക്ക് ഇറങ്ങിത്തിരിക്കണം, ജനങ്ങൾക്ക് താക്കീത് കൊടുക്കണം, വറബ്ബക ഫകബ്ബിർ, താങ്കളുടെ രക്ഷിതാവിനെ താങ്കൾ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണം, വസിയാബക ഫതഹിർ, താങ്കളുടെ വസ്ത്രത്തെ വിശുദ്ധിയുള്ളതാക്കി തീർക്കണം, ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കണം, സർവതരത്തിലുമുള്ള മാലിന്യങ്ങളിൽ നിന്ന്
താങ്കൾ വിട്ടു നിൽക്കുകയും ചെയ്യണം. സൂറത്തുൽ മുദ്ദസിറിലെ 5 സൂക്തങ്ങൾ. വിശുദ്ധ ഖുർആനിലെ 96-ാം അധ്യായം സൂറത്തുൽ അലഖിലെ ആദ്യ ഭാഗത്തുള്ള 5 സൂക്തങ്ങളാണ് ആദ്യമേ അവതരിക്കപ്പെട്ടത് എങ്കിൽ പിന്നീട് അവതരിക്കപ്പെട്ട ആയത്തുകളിലും 5 സൂക്തങ്ങളിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രധാനപ്പെട്ട മറ്റു ചില വിഷയങ്ങൾ അള്ളാഹു അറിയിക്കുകയാണ്. ജീവിത നിയോഗത്തിന് വേണ്ടി, പ്രബോധന പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ ആവശ്യപ്പെടുകയാണ്. അതിൽ വസിയാബക ഫതഹിർ, താങ്കളുടെ വസ്ത്രത്തെ ശുദ്ധീകരിക്കണമെന്ന ആയത്തിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശുദ്ധിയുമായി ബന്ധപ്പെട്ട, ശുചിത്വവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അതിൻ്റെ വിവിധ തലങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുവാനുള്ളത്. ഈ ആയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വസ്ത്രത്തെ ശുദ്ധീകരിക്കണം എന്ന് പറയുന്നതിൻ്റെ തഫ്സീറുകളിൽ 2 തരത്തിലുള്ള ശുദ്ധിയാണ് പ്രധാനമായി ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയതായി കാണുവാൻ കഴിയും. അഥവാ ഒന്ന്, മാനസികമായി, ആത്മീയമായി, വിശ്വാസപരമായി ഏത് സമയത്തും ഒരു മുസ്ലിം വിശുദ്ധിയുള്ളവനായി തീരണം, ശുചിത്വമുള്ളവനായി തീരണമെന്നാണ്. അതിന് നമുക്ക് ഇങ്ങനെ പറയാം: ഒരു മുസ്ലിം ശിർക്കിൽ നിന്ന്, അതേപോലെ തന്നെ കുഫറിൽ നിന്ന്, നിഫാഖിൽ നിന്നെല്ലാം ശുദ്ധിയുള്ളവനായി തീരണം. ബഹുദൈവാരാധകരെ കുറിച്ച് ഇന്നമൽ മുശ്രികൂന നജസ്, ബഹുദൈവാരാധകർ നജസാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അഥവാ അവരെ കണ്ടാലും പെരുമാറുന്ന സമയത്തും അവരിൽ ബാഹ്യമായ നജസ്സുകൾ നമ്മൾ കാണുകയില്ല, അതല്ല ഉദ്ദേശിക്കപ്പെടുന്നത്. എന്നാൽ മാനസികമായി, ആത്മീയമായി കൈവരിക്കേണ്ട ഏകദൈവ വിശ്വാസ വിശുദ്ധിയുണ്ട്. അതിലേക്ക് എത്തിപ്പെടാൻ അവർക്ക് സാധിക്കാത്തത് കൊണ്ടാണ് ആ ഒരർത്ഥത്തിൽ ശിർക്കിൻ്റെ മാലിന്യം പേറി ജീവിക്കുന്നവരാണ് എന്നവിടെ പറയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു വിശ്വാസി, ഒരു മുസ്ലിം, ആദ്യമായി അവൻ ശുദ്ധിയും ശുചിത്വവും വിശുദ്ധിയും വെടിപ്പും വൃത്തിയും ഉണ്ടാക്കേണ്ടത് തൻ്റെ വിശ്വാസ വിഷയത്തിലാണ്. അതിനെ നിഫാഖിൽ നിന്നും, കുഫ്രിയത്തിൽ നിന്നും, ശിർക്കിൽ നിന്നുമൊക്കെ രക്ഷപ്പെടുത്താൻ അവൻക്ക് കഴിയണം. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള തൗഹീദി ബോധത്തെ സംശുദ്ധമായി നിലനിർത്തണം. അതിനാണ് ആത്മീയ വിശുദ്ധി, മാനസിക വിശുദ്ധി, അതല്ലെങ്കിൽ ഹൃദയ വിശുദ്ധി എന്നൊക്കെ പറയുന്നത്. ഇപ്പം ഹജ്ജിന് വേണ്ടി ഹാജിമാര് പരിശുദ്ധ മക്ക ലക്ഷ്യം വെച്ചുകൊണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹജ്ജ് ചെയ്തു കഴിഞ്ഞാൽ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അവൻ്റെ ആദിമ വിശുദ്ധിയിലേക്ക് മടങ്ങുമെന്നാണ്. ഒരു കുഞ്ഞ് പ്രസവിക്കപ്പെട്ട ദിനത്തിൽ ആ കുഞ്ഞിൻ്റെ മനസ്സിൻ്റെ നൈർമല്യവും സംശുദ്ധതയും എത്രമേൽ നിഷ്കളങ്കമാണോ എങ്കിൽ ആ നിഷ്കളങ്കതയിലേക്കും വൃത്തിയിലേക്കും മാനസികമായി, ആത്മീയമായി, ഹൃദയ വിശുദ്ധിയോടൊരു ഹാജി, ഒരു ഹാജ എത്തിച്ചേരുന്നു എന്നാണ് ഇസ്ലാമിലെ 5 സ്തംഭങ്ങളിൽ 5ാമതായ ഹജ്ജിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. അത് എല്ലാ അനുഷ്ഠാന കർമ്മങ്ങളിലൂടെയും ആരാധനാ കർമ്മങ്ങളിലൂടെയും ലഭിക്കേണ്ടതുണ്ട്. അപ്പൊ അതാണ് വസിയാബക ഫതഹിർ, താങ്കളുടെ വസ്ത്രത്തെ, ഹൃദയത്തെ, വിശ്വാസത്തെ ഈ ഒരർത്ഥത്തിൽ വിമലീകരിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിട്ടുള്ളത്. എന്നാൽ 2ാമതായും അതേപോലെ തന്നെ പ്രധാനമായി കൊണ്ടും ബാക്കി ഒരു വിശ്വാസി, ഒരു മുസ്ലിം, ഒരു മനുഷ്യൻ എന്ന നിലക്ക് സമൂഹത്തിലും കുടുംബത്തിലും ജീവിത പരിസരങ്ങളിലുമൊക്കെ ജീവിക്കുന്ന സമയത്ത് ഉണ്ടായിരിക്കേണ്ട വിശുദ്ധിയിലേക്ക്, ശുചിത്വത്തിലേക്കൊക്കെ ഈ ആയത്ത് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. വിശ്വാസികളുടെ, ഇസ്ലാമിക ഉമ്മത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട വിശേഷണം തന്നെ അതാണ്, വൃത്തിയിൽ അധിഷ്ഠിതമായി ജീവിക്കുക. അത് ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഒരു ഗുണമാണ്, ഉത്കൃഷ്ട സമൂഹത്തിൻ്റെ ഏറ്റവും വലിയൊരു അടയാളമാണ്. വൃത്തിയിലും വെടിപ്പിലും പെരുമാറുകയും ജീവിക്കുകയും ശുചിത്വപൂർണമായ വ്യക്തി, കുടുംബ, സാമൂഹിക പരിസര അന്തരീക്ഷമൊക്കെ ഉണ്ടാക്കിയെടുക്കുകയും അതേപോലെ തന്നെ അത് നിലനിർത്തുകയും ചെയ്യുക എന്നത്. ഇപ്പം ജുമുഅക്ക് കടന്നു വരുന്ന സമയത്ത് നമ്മൾ ഉളു എടുത്തു. എല്ലാ നമസ്കാരത്തിൻ്റെയും നിർബന്ധ ഭാഗമാണ് ഉളു എടുക്കുക എന്ന് പറയുന്നത്. ആ ഉളു എടുത്തതിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ആ പ്രാർത്ഥനയുടെ അവസാന ഭാഗത്തിലും നമ്മൾ പറയാറുള്ളത് അല്ലാഹുവേ, ശുദ്ധി വരുത്തുന്നവരിൽ എന്നെ നീ ഉൾപ്പെടുത്തണമേ എന്നാണ്. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ, തീർച്ചയായും അള്ളാഹു ഇഷ്ടപ്പെടുന്നത് തവ്വാബീന, തൗബ ചെയ്യുന്നവരെ എന്നാണ്. അതാദ്യം സൂചിപ്പിച്ച മാനസികമായ വെടിപ്പിൻ്റെ വൃത്തിയുടെ പ്രവർത്തനമാണ് തൗബ എന്ന് പറയുന്നത്. മാനസികമായി വിശുദ്ധി ഉണ്ടാകണം. തൗബ ചെയ്യുന്നത് ഹൃദയ വിശുദ്ധിക്ക് വേണ്ടിയാണ്.
വയുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. എന്നാൽ ബാക്കി അർത്ഥത്തിലുള്ള ബാഹ്യാർത്ഥത്തിലുമുള്ള എല്ലാ വിശുദ്ധിയും കൈവരിക്കുന്നവരിൽ എന്നെ നീ ഉൾപ്പെടുത്തണമേ എന്നും അത്തരത്തിലുള്ളവരെയാണ് നീ ഇഷ്ടപ്പെടുക എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഒരു വിശ്വാസി ദൈനംദിന ജീവിതത്തിനിടക്ക് അനുഷ്ഠാന കർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ, വിശിഷ്യ നമസ്കാരത്തിന് വേണ്ടിയുള്ള നിർബന്ധ ഇബാദത്താകുന്ന വുളു നിർവഹിക്കുന്നതിലൂടെ അവനത് നിർവഹിക്കുകയും പറയുകയും ചെയ്യുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട്. അതുകൊണ്ട് തന്നെ വിശുദ്ധിയുടെ എല്ലാ ഭാഗങ്ങളിലും ഒരു വിശ്വാസി നിറഞ്ഞു നിൽക്കണം. അതിൽ സംസ്കാര സമ്പന്നമായ നിലപാട് സ്വീകരിക്കണം. ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തെക്കുറിച്ച് അവിടുന്ന് അറിയിച്ചിട്ടുള്ളത് തന്നെ സ്വഭാവ സംസ്കാരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും അതിൻ്റെ പൂർണ്ണതയിൽ നിങ്ങളെ പഠിപ്പിക്കാനും അറിയിക്കുന്നതിനും വേണ്ടിയാണ് ഞാൻ നിങ്ങളിലേക്ക് നിയോഗിതനായിരിക്കുന്നത് എന്നാണ്. അങ്ങനെയെങ്കിൽ ത്വഹാറത്ത്, ശുചിത്വം, അതിൻ്റെ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ആദ്യം പറഞ്ഞതുപോലെ വിശ്വാസവും മനസ്സും ഹൃദയവും ഒക്കെ ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, പരിഗണന കൊടുക്കേണ്ടത് ശാരീരിക ശുചിത്വത്തിൻ്റെ മേഖലകൾക്കാണ്. അഥവാ ശാരീരികമായി ശുചിത്വം ഉണ്ടാകണം. അതാണ് ഇസ്ലാമികമായ വിധിവിലക്കുകളിൽ, അനുഷ്ഠാന മുറകളിൽ, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ആ കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കുന്നവരാണ്, സൂക്ഷിക്കേണ്ടവരുമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, ഒരു വിശ്വാസി അവൻ്റെ ഫിത്രത്തിൻ്റെ ഭാഗമായി 5 കാര്യങ്ങളിൽ ശുചിത്വം കൈവരിക്കുന്നവനാണ് എന്ന്. അതിലൊന്ന് ചേലാകർമ്മം നിർവഹിക്കുക എന്ന്. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുടി കളയാറുണ്ട്, അതിൻ്റെ ഭാഗമാണ്. അതേപോലെ തന്നെ പിന്നീട് ചേലാകർമ്മം നിർവഹിക്കാറുണ്ട്, അതിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ പിന്നീട് നമ്മൾ വളരുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ഉപദ്രവമായി അതല്ലെങ്കിൽ മലിനമായി തീരാനും അസ്വസ്ഥമായി തീരാനും സാധ്യതയുള്ള വൃത്തികേടുകളെയെല്ലാം നീക്കം ചെയ്യണമെന്നാണ്. അതുകൊണ്ട് നമ്മൾ മുടി വെട്ടുന്നു, അതേപോലെ തന്നെ ഗുഹ്യരോമം നീക്കുന്നു, കക്ഷരോമം നീക്കുന്നു, അതുപോലെ നഖം മുറിക്കുന്നു. ഇതെല്ലാം ഫിത്രത്തിൻ്റെ അഥവാ ശുദ്ധ പ്രകൃതിയുടെ പരിശുദ്ധിയുടെ വീണ്ടെടുപ്പിൻ്റെ ഭാഗമായി ഒരു മുസ്ലിം നിർവഹിച്ചു കൊണ്ടിരിക്കേണ്ടതാണ് യഥാസമയങ്ങളിൽ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇപ്പോൾ നഖം മുറിക്കുക എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് മാത്രം സംസാരിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രാധാന്യം അത്രയാണ്. ഇപ്പോൾ PHCകളിൽ, പബ്ലിക് ഹെൽത്ത് സെൻ്ററുകളിൽ, അതേപോലെ തന്നെ ജില്ലാ ഹോസ്പിറ്റലുകളിൽ, എല്ലാ ആതുരാലയങ്ങളിലും ഹോസ്പിറ്റലുകളിലും പൊതു ഇടങ്ങളിലുമൊക്കെ വൃത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നിടത്തെല്ലാം ആരോഗ്യദായകമായൊരു സാമൂഹിക സുസ്ഥിതി ഉണ്ടാകണമെങ്കിൽ അതിൽ പറയുന്ന സംഗതികളിൽ ഇത്തരത്തിൽ നഖം മുറിക്കേണ്ടതിനെ കുറിച്ച് പറയുകയാണ്. അതേപോലെ തന്നെ മറ്റുള്ള പല നിർദ്ദേശങ്ങളെക്കുറിച്ച്, പല്ല് തേക്കുന്നതിനെ കുറിച്ച് പറയുകയാണ്. അതുപോലെ തന്നെ മറ്റ് പരിസര ശുചിത്വത്തെക്കുറിച്ച് പറയുകയാണ്. ഇതൊരു ബോർഡിൽ നിന്നും ഒരു വാട്സപ്പിൽ മെസ്സേജിൽ നിന്നും വായിച്ചെടുത്തുകൊണ്ട് ആ സമയം മുതൽ പ്രാവർത്തികമാക്കേണ്ട ഒന്നല്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം. ഇതൊരു മുസ്ലിമിൻ്റെ ഫിത്രത്തിൻ്റെ ഭാഗമായി, വ്യക്തിത്വത്തിൻ്റെ ഭാഗമായി, വ്യക്തിവിശുദ്ധിയുടെ ഭാഗമായി, ഇസ്ലാമീയത്തിൻ്റെ ഭാഗമായി, എന്തിനേറെ അവൻ്റെ ഈമാനിൻ്റെ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഭാഗമായി അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചല്ലോ, തീർച്ചയായും അത്തഹൂറു ശത്റുൽ ഈമാൻ, ശുചിത്വം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്നാണ്. അത്തഹൂറു നിസ്ഫുൽ ഈമാൻ, വിശുദ്ധിയോടെ ശുചിത്വ ബോധത്തോടെ ജീവിക്കുക എന്ന് പറയുന്നത് അത് ഈമാനിൻ്റെ പാതിയാണ് എന്ന് പറയാൻ. ഒരാളിൽ ഈമാനുണ്ട്, വിശ്വാസമുണ്ട്, പരലോകബോധമുണ്ട്, പടച്ചിറപ്പിൽ വിശ്വസിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് അവൻ വെടിപ്പോടെ ജീവിച്ചു കൊണ്ടിരിക്കുക എന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ നിർവഹിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചല്ലോ, ലൗലാ അൻ അശുക്ക അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാക ഇൻദ കുല്ലി വുളൂഇൻ, മറ്റൊരു റിപ്പോർട്ടിൽ ഇൻദ കുല്ലി സലാ എന്നാണ്. അഥവാ എൻ്റെ ഉമ്മത്തിലെ ആളുകൾക്ക്, എൻ്റെ വിശ്വാസികൾക്ക്, എൻ്റെ അനുയായികൾക്ക് പ്രയാസകരമായി തീരുകയില്ല എങ്കിൽ എല്ലാ വുളൂഇൻ്റെ സന്ദർഭത്തിലും സിവാക്ക് ചെയ്യാൻ, ദന്തശുദ്ധി വരുത്താൻ ഞാൻ അവരോട് കൽപ്പിക്കുമായിരുന്നു എന്ന് പറയാൻ. ദന്തശുദ്ധിയുടെ പ്രാധാന്യം, വൃത്തിയുമായി ബന്ധപ്പെട്ട വിഭിന്ന ഭാഗങ്ങളെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണുവാൻ കഴിയും. അതേപോലെ തന്നെ മലമൂത്ര വിസർജനത്തിൻ്റെ സമയത്ത് ഇതൊക്കെ ശാരീരികമായി വ്യക്തിപരമായി ശുദ്ധി കൈവരിക്കേണ്ട മേഖലകൾ നമ്മളും ശീലിച്ചു, നമ്മുടെ മക്കളെയും ശീലിപ്പിക്കണം. അവർ ടോയ്ലറ്റുകളിൽ, ബാത്റൂമുകളിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നിർവഹിക്കുന്നത്, മദ്രസകളിലൊക്കെ അവർ പഠിച്ചിട്ടുണ്ടാകും. പക്ഷേ ആ പഠിച്ച കാര്യങ്ങളൊക്കെ പ്രവർത്തന പദത്തിൽ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ സൂക്ഷ്മതയോടെ അത് നിർവഹിക്കുന്ന ശീലങ്ങളിലേക്ക്, കാര്യബോധത്തിലേക്ക് അവർ എത്തുന്നുണ്ടോ എന്ന ഒരു നിരീക്ഷണം
രക്ഷിതാക്കൾ നടത്തേണ്ടതുണ്ട്. കാരണം ഖബർ ശിക്ഷ ലഭിക്കപ്പെടുന്നത് അല്ലേ, പ്രായം അങ്ങനെ കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന സമയത്ത് ഓരോന്നിൻ്റെയും ഗൗരവം അതാത് സമയത്ത് പഠിച്ച് പിന്നീട് അങ്ങോട്ടുള്ള ജീവിത യാത്രകളിൽ അത് പാലിക്കപ്പെടാതിരുന്നു കഴിഞ്ഞാൽ എത്രത്തോളമാണ് നമുക്ക് ആത്മീയമായി അത് പ്രയാസമായി തീരുക എന്നതിനെക്കുറിച്ച് നമുക്ക് ആലോചനയുണ്ടാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു, ഖബർ ശിക്ഷ ലഭിക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന്, ബാത്റൂമിൽ ടോയ്ലറ്റിൽ മലമൂത്ര വിസർജന സമയത്ത് അതിന് ശേഷം കൃത്യമായ രൂപത്തിൽ ശുചിത്വം വരിക്കാത്തവൻ, ശുദ്ധീകരിക്കാത്തവന് അവന് ഖബർ ശിക്ഷ ലഭിക്കുന്നതാണ്, അഥവാ ഖബർ ശിക്ഷക്ക് ആക്കമുണ്ടാകുന്നതാണ് എന്നതിൻ്റെ കാരണം ഹദീസ് പഠിപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ശാരീരികമായ ശുചിത്വ വിഷയത്തിൽ അത് ആൺകുട്ടികളുടെ മാത്രമല്ല, പെൺകുട്ടികളടക്കം, സ്ത്രീകള്, സഹോദരിമാര്, അവരുടെ പീരീഡിന്റെ സമയങ്ങൾ, ആർത്തവ സമയങ്ങൾ, അതേപോലെ തന്നെ പ്രസവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതിലൊക്കെ മതത്തിന്റെ വിധിവിലക്കുകൾ പഠിപ്പിച്ചത് അതാത് സമയങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുന്ന സമയത്ത് ആത്മീയമായും ശാരീരികമായും വിശുദ്ധി കൈവരിക്കുന്നവരിൽ ഉൾപ്പെടാൻ സാധിക്കുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ വസ്ത്ര വിഷയത്തിൽ, വസ്ത്രത്തിന്റെ ശുചിത്വ കാര്യത്തിൽ നമുക്കറിയാം, വസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഒരിക്കലൊരു മനുഷ്യൻ വരികയാണ്. ആ മനുഷ്യന് മലിനമായ രൂപത്തിലുള്ള വസ്ത്രം ധരിക്കുകയാണ്. മുടിയൊക്കെ അങ്ങനെ ഛിന്ന ഭിന്നമായിട്ടുണ്ട്, പാറിപ്പറിഞ്ഞ് ചിന്നിപ്പിന്നി അങ്ങനെ നിൽക്കുന്ന സമയത്ത് പ്രവാചകൻ ചോദിക്കുകയാണ്, നിന്റെ മുടിയെ നിനക്ക് ആദരിച്ചുകൂടെ എന്നാണ്. ഫൽയുക്രിം ശഅറ എന്ന ഹദീസിൽ കാണുവാൻ കഴിയും, ഒരുത്തന് അള്ളാഹു മുടി നൽകിയിട്ടുണ്ട് എങ്കിൽ ആ മുടിയെ അവൻ ആദരിച്ചു കൊള്ളട്ടെ എന്നാണ്. അപ്പൊ ആദരിക്കുന്നതിന്റെ രൂപം കൂടി അതിലും നമ്മൾ സാക്ഷരതയും സംസ്കാരവും കാണിക്കണം. ഇസ്ലാമിക തലമുറയിലെ മക്കൾ, നമ്മുടെ വിദ്യാർത്ഥികൾ, ഇനി കോളേജുകളും സ്കൂളുകളും ഒക്കെ തുറക്കുന്ന സമയത്തും അതല്ലാത്ത സമയങ്ങളിലുമൊക്കെ ഒരു സ്ഥലത്ത് ഇസ്ലാമിക ഉമ്മത്തിലെ ന്യൂ ജനറേഷനെ കാണുമ്പോൾ അവരുടെ വസ്ത്രത്തിന്റെ കോലം, അവരുടെ മുടിയുടെ കോലം, അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ പെരുമാറ്റങ്ങൾ, ഇതിലേക്കൊക്കെ ചൂഴ്ന്നു നിൽക്കുന്ന വളരെ വിലപ്പെട്ട കനപ്പെട്ട നിർദ്ദേശങ്ങൾ, ഇസ്ലാമിൻ്റെ സംസ്കാരവും അതേപോലെ തന്നെ ഇസ്ലാമിൻ്റെ മര്യാദയും ഒക്കെ പഠിപ്പിക്കപ്പെടുന്നത് പ്രവാചകൻ നൽകിയിട്ടുണ്ട്. മുടിയെ ആദരിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ എത്രത്തോളമുണ്ട് ആ ഹദീസിന്റെ അകക്കാമ്പ് എന്ന് നമ്മൾ ആലോചിച്ചാൽ മതിയാകുന്നതാണ്. എന്നാൽ പല വിധത്തിലായി മുടിയെ വെട്ടിയിട്ടും അത് നീട്ടിയിട്ടും അതിനെ എണ്ണ തേച്ച് വളരെ മാന്യമായി കൊണ്ടു നടക്കാത്ത കോലത്തിലും ഒക്കെയാക്കിയിട്ട് കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള രംഗങ്ങളും കൾച്ചറൽ ഡിസോർഡറുകൾ, സാംസ്കാരിക വൈരുദ്ധ്യങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. ഒരു മുസ്ലിമിന് അത് പാടില്ല തന്നെ. അതേപോലെ തന്നെ വസ്ത്രം ധരിക്കുന്ന സമയത്ത് അത് വൃത്തിയും വെടിപ്പുള്ള വസ്ത്രമാകും, പക്ഷെ ആ വസ്ത്രത്തിന്റെ കോലം ഇസ്ലാമിയത്തിന് അനുഗുണമാണോ? നമ്മുടെ പെൺമക്കള് അതേപോലെ നമ്മുടെ ആൺകുട്ടികളൊക്കെ ധരിക്കുന്ന വസ്ത്രം അവരുടെ പേഴ്സണാലിറ്റി, ഇസ്ലാമിക് പേഴ്സണാലിറ്റിക്ക് ഉതകുന്ന വിധത്തിലാണോ? അതേപോലെ തന്നെ ധരിച്ച വസ്ത്രം നമ്മളാകട്ടെ മക്കളാകട്ടെ അതിൻ്റെതായ വെടിപ്പിൽ അത് കൊണ്ടു നടക്കാൻ സാധിക്കുന്നുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് മാലിന്യം കലർന്ന അല്ലെങ്കിൽ ആരും വൃത്തിയില്ലാത്ത വസ്ത്രവുമായി വന്ന മനുഷ്യനോട് നിനക്ക് ഈ വസ്ത്രം ശുചീകരിക്കാനും ശുദ്ധീകരിക്കാനും വെള്ളമില്ലേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയുടെ ശാരീരികമായ വിശുദ്ധിയുടെ ഭാഗമായി കൊണ്ട് വസ്ത്രവും അതേപോലെ തന്നെ ശാരീരിക ശുദ്ധിയുടെ വിഭിന്ന കാര്യങ്ങളുമൊക്കെ തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ആ ഭാഗം സൂചിപ്പിച്ച് പങ്കുവെക്കാനുള്ളത്. അതേപോലെ തന്നെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അതിലും ശുചിത്വം ഉണ്ടാകണം. നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് വെള്ളത്തിലേക്ക് നിങ്ങൾ ഊതാൻ പാടില്ല എന്നാണ്. അതിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട തോട്ട്സുകളും ചിന്തകളൊന്നും കൈമാറേണ്ട ആവശ്യമില്ല. അപ്പോൾ ഭക്ഷണത്തിലേക്ക് ഊതാൻ പാടില്ല. എന്നാൽ നമ്മുടെ മക്കൾ ഊതാറുണ്ടോ? അതല്ലെങ്കിൽ നമ്മൾ ഊതാറുണ്ടോ? ചൂടുള്ള ഒരു ചായ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുടിവെള്ളം വന്നു കഴിഞ്ഞാൽ ആ ചൂട് തണുപ്പിക്കുന്നതിന് വേണ്ടി ഏത് മാർഗമാണ് നമ്മൾ അവലംബിക്കാറുള്ളത്? അതിൽ മതം ഇടപെടുന്നുണ്ട്. ആ വെള്ളത്തിൽ നിങ്ങൾ ആറ്റാനും തണുപ്പിക്കാനും വേണ്ടി നിങ്ങൾ ആരോഗ്യദായകമായ ആത്മീയദായകമായ മാർഗമേ നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ പാടുള്ളൂ. അത് ആരോഗ്യത്തിൻ്റെ ആത്മീയതക്കും ആത്മീയതയുടെ ആരോഗ്യത്തിനും അനിവാര്യമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രവാചകൻ ഒരു ഹദീസിന്റെ സാരാംശങ്ങളാണ്. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ഭക്ഷണത്തെ മൂടി വെക്കണം, പാത്രത്തെ മൂടി വെക്കണമെന്നാണ്, തുറന്നിടരുത് എന്നാണ്. നിങ്ങളറിയാലോ, മഴക്കാല രോഗങ്ങളിൽ ഡെങ്കിപ്പനിയും അതല്ലാത്തതും ചിക്കൻ ഗുനിയയും നിപ്പയും കോവിഡൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്നത്. കൈകഴുകലും അതുമായി ബന്ധപ്പെട്ടതൊക്കെ നമുക്കറിയാം. ഒരു മുസ്ലിം ഒരു ദിനത്തിൽ 5 വക്ത് നമസ്കരിക്കുമ്പോൾ 15 തവണ 5x3 തവണ കൈ ശുചീകരിക്കും. കൈ വൃത്തിയാക്കുന്നതിൻ്റെ ഫോട്ടോകൾ, കാര്യങ്ങൾ, അതിൻ്റെ പ്രാധാന്യമൊക്കെ ഹെൽത്ത് സെൻ്ററുകളൊക്കെ പ്രദർശിപ്പിക്കുകയാണ്, നൽകുകയാണ്. എന്നാൽ ഒരു മുസ്ലിം
ഒരു ദിനത്തിൽ 15 തവണ സ്വാഭാവികമായി കൊണ്ട് കൈ കഴുകുകയാണ്. ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് പ്രത്യേകം കൈ കഴുകണമെന്ന് പറയുകയാണ്. തൻ്റെ ഭാഗത്തു നിന്നുള്ള വസ്ത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ, ആ വസ്ത്രത്തിലേക്ക് ആ ഭക്ഷണത്തിലേക്ക് എല്ലാ ഭാഗത്തേക്കും കൈകൾ കൊണ്ടുപോകാൻ പാടില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട മര്യാദകൾ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അഥവാ ഒരു ഹെൽത്തി ഹൈജിനിക് ക്ലീൻ അന്തരീക്ഷം ഭക്ഷണ ശുചിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകണമെന്ന് കൂടി പറയാൻ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ കുലു ഹലാലൻ ത്വയ്യിബ, നിങ്ങൾ ഹലാലായതും ത്വയ്യിബായതും കഴിക്കണമെന്ന് പറയാൻ. ഹലാലായത് കഴിക്കണമെന്ന് പറഞ്ഞാൽ ആമുഖത്തിൽ സൂചിപ്പിച്ച ഹൃദയവിശുദ്ധിയും ആത്മീയ വിശുദ്ധിയും ഹലാലായതുമായത്. എന്നാൽ ത്വയ്യിബായത് കഴിക്കണമെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞു വരുന്നതും അതേപോലെ തന്നെ കഴിക്കുന്ന ഭക്ഷണം കൈ കഴുകലും അതിൻ്റെ കൂടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ പച്ചക്കറികളും ഫലവർഗ്ഗങ്ങളും ഒക്കെ കഴുകി കഴിക്കുകയും കീടനാശിനി അടക്കമുള്ളതിൽ പെടാൻ സാധ്യതയുണ്ട് എന്ന നിലയ്ക്ക് അതിനെ ആ ഒരർത്ഥത്തിൽ ശുചീകരിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ വയറിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന തലത്തിലേക്കൊക്കെ ത്വയ്യിബ് എന്ന ആയത്തിന്റെ പദത്തെ നമുക്ക് വിശകലനം ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് നമ്മളും കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ, ഭക്ഷണത്തിലെ മായം കലരല്, പെരിയാർ നദിയിലേക്ക് അല്ലെ വിഷജലം ഒഴുക്കി വിട്ടതിൻ്റെ പിന്നെ രാസമാലിന്യങ്ങൾ ഒഴുക്കി വിട്ടതിൻ്റെ ഭാഗമായി ലക്ഷക്കണക്കിന് രൂപനഷ്ടം വരുത്തി വെച്ച വിധത്തിലാണ് പാവപ്പെട്ട ഒരുപാട് കുടുംബങ്ങളുടെ അധ്വാനത്തിന് പ്രയാസമായി തീർന്നത്, ഉപജീവനം വഴിമുട്ടിയിട്ടുള്ളത്. ആലോചിക്കണം, ഹലാലൻ ത്വയ്യിബ എന്നതിൻ്റെ ഇസ്ലാമിക പരിപ്രേക്ഷ്യം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പരിസര ശുചിത്വത്തെക്കുറിച്ച് നമുക്ക് ബോധമുണ്ടാകണം. നമുക്ക് വൃത്തിയുണ്ട്, മക്കൾക്ക് വൃത്തിയുണ്ട്, വീടിന് വൃത്തിയുണ്ട്, അതേപോലെ തന്നെ നമ്മൾ ഇടപെടുന്ന നമ്മുടെ റൂമുകളും ജോലി സ്ഥലങ്ങൾക്കും ഒക്കെ വൃത്തിയുണ്ട്. അത് മാത്രം പോരാ, നമ്മളുടെ പരിസരങ്ങൾക്ക് കൂടി വൃത്തിയുണ്ടാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ഇന്നല്ലാഹ ത്വയ്യിബുൻ യുഹിബ്ബു ത്വയ്യിബ, തീർച്ചയായും അല്ലാഹു ത്വയ്യിബാൻ, അവൻ വിശിഷ്ടമായിട്ടുള്ളവനാണ്, അവൻ നല്ലവനാണ്. യുഹിബ്ബു ത്വയ്യിബ, എല്ലാ സന്ദർഭങ്ങളിലും അവൻ നന്മയെ നല്ലതിനെ മാത്രമേ കാംക്ഷിക്കുന്നുള്ളൂ. ഇന്നല്ലാഹ നളീഫുൻ യുഹിബ്ബുൻ നളാഫ, തീർച്ചയായും അല്ലാഹു വൃത്തിയുള്ളവനാണ്, വെടിപ്പുള്ളവനാണ്. യുഹിബ്ബുൻ നളാഫ, അവൻ വെടിപ്പിനെ, വൃത്തിയെ, ശുദ്ധിയെ, ശുചിത്വത്തെ ഇഷ്ടപ്പെടുന്നു. ഇന്നല്ലാഹ കരീമുൻ യുഹിബ്ബുൽ കറമ, തീർച്ചയായും അല്ലാഹു മാന്യനാണ്. യുഹിബ്ബുൽ കറമ, മാന്യതയെ അവൻ ഇഷ്ടപ്പെടുന്നു. ഇന്നല്ലാഹ ജവാദുൻ, അല്ലാഹു ഉദാരനാണ്, ധർമ്മിഷ്ഠനാണ്. യുഹിബ്ബുൽ ജൂദ, ധർമ്മത്തെ അവൻ ഇഷ്ടപ്പെടുകയാണ്. എന്നിട്ടാണ് ആ ഹദീസിൽ അവസാനം പറഞ്ഞത് പരിസര ശുചിത്വത്തിലേക്കാണ് നമ്മുടെ ചിന്ത ക്ഷണിക്കുന്നത്. ഫനള്ളിഫു, അതുകൊണ്ട് നിങ്ങൾ വൃത്തിയാക്കണേ, ശുചിത്വം കൈവരിക്കണേ, നിലനിർത്തണേ. അഫ്നിയതക്കും, നിങ്ങളുടെ പരിസരങ്ങളെ, നിങ്ങളുടെ മുറ്റങ്ങളെ. അഫ്നിയത്ത് എന്ന് പറഞ്ഞാൽ മുറ്റാണ്, എന്നാൽ പരിസരം കൂടി അതിലേക്ക് വരികയാണ്. അപ്പൊ നിങ്ങളുടെ പരിസരങ്ങളെ ശുചിത്വമുള്ളതാക്കി തീർക്കണമെന്ന് പറയാൻ. അപ്പൊ പരിസര ശുചിത്വത്തിന്റെ വിഷയത്തിൽ ഇസ്ലാമിക ഉമ്മത്തും മുസ്ലിങ്ങളും മുന്നിൽ നടക്കേണ്ടവരാണ് എന്നാണ്. ഒരു ഹദീസിൽ 2 ശപിക്കപ്പെട്ട വിഭാഗങ്ങൾ നിങ്ങൾ പെടരുത്, മറ്റൊരു ഹദീസിൽ 3 ശപിക്കപ്പെട്ടവരെ നിങ്ങൾ സൂക്ഷിക്കണം. ഇത്തഖുൽ ലആനൈൻ, ശപിക്കപ്പെട്ട 2 വിഭാഗങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം. അല്ലദീ യതഖല്ലസു ഫി തരീഖിൻ നാസി ഔ ഫീ ളില്ലിഹിം, ജനങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന തണലുകളിൽ, വഴികളിൽ, പൊതു ഇടങ്ങളിൽ മലമൂത്ര വിസർജനം നടത്തുന്നവരാണ് അവർ എന്നാണ്. ബസ് സ്റ്റോപ്പുകളിലെ പൊതു ഇടങ്ങളിൽ ചില ആളുകൾക്ക് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്താണ് മൂത്രമൊഴിക്കാൻ വരിക, എന്നിട്ട് അതിന്റെ തൊട്ടടുത്ത് ചെന്നുകൊണ്ട് വിസർജനം നടത്തുകയാണ്, മൂത്രമൊഴിക്കുകയാണ്. എന്നാൽ ഒരു മുസ്ലിമൻ അതിൽ കാണുകയില്ല, കാണാൻ പാടില്ല തന്നെ, ഒഴിക്കേണ്ടിടത്തേ അവൻ ഒഴിക്കുകയുള്ളൂ. ഇസ്ലാമിക ശരീഅത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയും സൗന്ദര്യവും എന്ന് പറയുന്നത് മറ്റൊരു ദർശനത്തിലും പ്രത്യയശാസ്ത്രത്തിലും കാണാൻ സാധ്യമല്ല. മലമൂത്ര വിസർജനം നടത്തിക്കഴിഞ്ഞാൽ, മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ വൃത്തിയാക്കണം എന്ന് പറയുന്ന വിധിവിലക്കും നിർദ്ദേശവും മാത്രം മതി ഇസ്ലാമിന്റെ ബ്യൂട്ടി ആ ഒരർത്ഥത്തിൽ തിരിച്ചറിയാൻ. പക്ഷേ ഇതിനൊക്കെ അതിൻ്റെതായ ആ ഒരു ഗൗരവത്തിൽ നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന് കൂടി ആലോചിക്കേണ്ടതുണ്ട്. അതേപോലെ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ, ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജലത്തിലൊന്നും നിങ്ങൾ മൂത്രമൊഴിക്കാൻ പാടില്ല എന്ന് പറയാൻ, നിങ്ങൾ ആ രൂപത്തിലെ കാര്യങ്ങൾ നിർവഹിക്കാൻ പാടില്ല എന്ന് കർശനമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശം തരികയാണ്. മാത്രവുമല്ല, ഒരു വിശ്വാസിയുടെ സാമൂഹ്യ ബോധത്തിൻ്റെയും പരിസര ശുചീകരണത്തിന്റെ അനിവാര്യതയും ഓർമ്മപ്പെടുത്തുന്നതിലേക്കാണ് പ്രവാചകന്റെ ഹദീസ്. ഇമാതത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിൽ നിന്ന് ഉപദ്രവങ്ങൾ നീക്കുക എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. അപ്പൊ മഴക്കാല ശുചീകരണവും കാര്യങ്ങളും ഒക്കെ വരുന്ന സമയത്ത് അതൊക്കെ അങ്ങ് നിർവഹിച്ചു പോകണ്ടേ, ഞാനും ഒന്ന് പോയി നിൽക്കാം എന്നതല്ല ഒരു വിശ്വാസി. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യ,
പ്രവർത്തനങ്ങൾ പരിഗണിക്കപ്പെടുന്നത് നിയ്യത്ത് കൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് പ്രതിഫലം ലഭിക്കുന്ന ഭാഗമാണ്, എൻ്റെ വിശ്വാസം അളക്കപ്പെടുന്ന പ്രവർത്തനമാണിത്. അതുകൊണ്ട് ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കാനും മഴക്കാല ശുചീകരണത്തിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഒഴുക്കില്ലാത്ത വിധത്തിൽ തടസ്സമുള്ള ചാലുകളെ, തോടുകളെ അതെല്ലാം വൃത്തിയും വെടിപ്പുമുള്ളതാക്കിയിട്ട് മാറ്റുന്നിടത്തൊക്കെ സേവന നിരതരായി അതിന് നേതൃപരമായ പങ്കുവഹിച്ച് അതിൽ റെസിഡൻഷ്യൽ അസോസിയേഷൻ ആയിരുന്നാലും വാർഡുകളായിരുന്നാലും പഞ്ചായത്തുകളായിരുന്നാലും മുനിസിപ്പാലിറ്റികളായിരുന്നാലും അതിൻ്റെതായ ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് എന്നിട്ട് അവർ നിർവഹിക്കേണ്ട ഭാഗങ്ങൾ അങ്ങനെയും നമ്മൾ നിർവഹിക്കേണ്ട ഭാഗങ്ങൾ അങ്ങനെയും അയൽപ്പക്ക ജീവിതത്തിന്റെ ഭാഗമായി അങ്ങനെയും സാമൂഹിക ജീവിതത്തിന്റെ കൂട്ടായ്മകളിലൂടെ ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കേണ്ടിടത്ത് അങ്ങനെയും നിർവഹിക്കണം. അതല്ലാതെ ഗവൺമെന്റ് ഏജൻസികളും മറ്റുള്ള ഏജൻസികളും ഒക്കെ എവിടെയെങ്കിലും CCTV വെച്ച് കഴിഞ്ഞാൽ ആ CCTVയെ ഭയപ്പെട്ടുകൊണ്ട് തൻ്റെ ഹോട്ടൽ മാലിന്യങ്ങളും ബിസിനസ് മാലിന്യങ്ങളും വീട് മാലിന്യങ്ങളും അയൽവാസിയുടെ പറമ്പിലേക്കും റോഡ് സൈഡിലേക്കും ഇടാതിരിക്കുന്നവനല്ല ഒരു മുസ്ലിം. മറിച്ച് ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നിന്റെ റബ്ബ് നിന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നിന്റെ ആത്മീയവും മാനസികവും ശാരീരികവും സാമൂഹികവുമായ വിശുദ്ധിയുടെ ഭാഗമാണ് പരിസര മാലിന്യങ്ങളിലേക്ക് നയിക്കുന്ന ഒന്നിലേക്കും നീ പോകാതിരിക്കുക എന്ന സൂക്ഷ്മത, ധർമ്മനിഷ്ഠ, സാമൂഹ്യ ബോധം കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് ആ രൂപത്തിലായിരിക്കണം ഇസ്ലാമിക സമൂഹം ഈ കാലയളവിലും ഈ മഴക്കാലത്തിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭങ്ങളിലുമൊക്കെ ആയിത്തീരേണ്ടത്. നമ്മുടെ ഭൂമി തന്നെ മാലിന്യം കൊണ്ട് ഒരു വേസ്റ്റ് ബിന്നായി, മാലിന്യ കൂമ്പാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇടപെടലുകൾ കൊണ്ട് നമ്മുടെ അയൽപ്പക്കങ്ങൾക്കോ വീട് പരിസരങ്ങൾക്കോ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾക്കോ ഒരിക്കലും പ്രയാസമുണ്ടാകാൻ പാടില്ല എന്ന് മാത്രമല്ല, അവയെല്ലാം വൃത്തിയോടെ വെടിപ്പോടെ കാത്തു സൂക്ഷിക്കുന്നവരിലും അങ്ങനെ രണ്ടർത്ഥത്തിലും തവ്വാബീന വ മുതതഹിരീൻ എന്ന് പറയുന്നിടത്തേക്ക് നമ്മൾ എത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തിത്വത്തിലും ശാരീരിക മാനസിക സാമൂഹിക മേഖലകളിലുമെല്ലാം വൃത്തിയും വെടിപ്പും കൈവരിക്കുന്ന വിശ്വാസികളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും. ആറാകട്ടെ. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ യുഹിബ്ബു റബ്ബനാ വയർളാ വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു സല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കനത്ത ചൂടിൽ നിന്ന് വേനൽ മഴയിലൂടെ നമ്മൾ മഴക്കാലത്തേക്ക് അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചൂടിൻ്റെ ആധിക്യം കൊണ്ട് മഴയ്ക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് വിനയാന്യതരായി പ്രാർത്ഥിച്ചവരാണ് നമ്മൾ. അല്ലാഹു അവൻ്റെ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും അതിനെ പഴിക്കാൻ പാടില്ല. പത്രങ്ങളിലും ചാനലുകളിലുമൊക്കെ പല പ്രയാസങ്ങളും മഴയുമായി ബന്ധപ്പെട്ട മഴക്കെടുതി എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ മഴ ഒരു കെടുതിയായി മാറുകയില്ല. മനുഷ്യൻ്റെ കൈക്കടത്തലുകൾ പല വിധത്തിൽ ആയിട്ടില്ലായിരുന്നു എങ്കിൽ പരീക്ഷണമായി വരാം. പക്ഷേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ നമുക്കറിയാം. മഴവെള്ളം അത് ഒഴുകേണ്ട സ്ഥലങ്ങളിലൊക്കെ ഒഴുകാൻ പറ്റാത്ത വിധത്തിൽ പലതും നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞു. അപ്പോൾ പണ്ട് മഴവെള്ളം ഒഴുകി ആ ഭാഗത്തുകൂടി മഴ പെയ്തു കഴിഞ്ഞാൽ അതങ്ങനെ ഒഴുകുകയാണ്. ആ ഒഴുകുന്നിടത്ത് വീടുണ്ടാകാം, കെട്ടിടമുണ്ടാകാം, എടുപ്പുകളുണ്ടാകാം. അത് മഴക്കറിയുകയില്ല. പണ്ടത്തെ അതേ കൗണ്ടിൽ തന്നെയാണ് മഴ വർഷിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ പ്രതിബന്ധമായി തീരുന്നത് പലതുമാണ്. അതുകൊണ്ട് കാലത്തെ മഴയെ നമ്മൾ പഴിക്കാൻ പാടില്ല. പ്രാർത്ഥിച്ചവരാണ് നമ്മൾ മഴയ്ക്ക് വേണ്ടി. അല്ലാഹുമ്മ അഗിസ്ന, അല്ലാഹുമ്മ അഗിസ്ന, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നല്ല മഴ നൽകണമേ നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു. മഴ ഇല്ലാതായ സമയത്താണ് നമ്മൾ വീണ്ടും പ്രാർത്ഥനയിൽ പുതിയ പ്രാർത്ഥനകളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തി. അല്ലാഹുമ്മ സ്ഖി ഇബാദക, അല്ലാഹുവേ നിന്റെ അടിമകൾക്ക് നീ കുടിജലം നൽകണം. വബഹായിമക, നിന്റെ കന്നുകാലികൾക്ക് ജീവിവർഗങ്ങൾക്ക്. വൻഷുർ റഹ്മതക, നിന്റെ കാരുണ്യം നീ വ്യാപിപ്പിക്കണം. വഹീ ബലദകൽ മയ്യിത്ത്, നിർജീവമായ നിന്റെ മണ്ണിനെ നാടിനെ നീ സജീവമാക്കി തീർക്കണം. പറയുന്നത് ഈ പ്രാർത്ഥനകളൊക്കെ ഉച്ചരിച്ചവരും അങ്ങേയറ്റത്തെ വിനയത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിച്ചവരുമാണ്. ഇനി നമ്മൾ നിർവഹിക്കേണ്ടത് മഴ ഇങ്ങനെ പെയ്യുന്ന സമയത്ത്
മഴ വർഷിക്കുമ്പോൾ നിർവഹിക്കേണ്ട പ്രാർത്ഥന ഏതാണ്? ചെറിയ ഒരു പ്രാർത്ഥന. ഇത് നമ്മൾ നിർവഹിക്കണം. ഇത് നിർവഹിക്കാത്തതിൻ്റെ പേരിൽ മഴ നമുക്കൊരു പ്രയാസമായി തീരാൻ പാടില്ല. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, മഴ വർഷിക്കുന്ന സമയത്ത് ഒരു വിശ്വാസി നിർവഹിക്കേണ്ടത് അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അല്ലാഹുവേ ഉപകാരപ്രദമായ മഴ ഞങ്ങൾക്ക് നീ നൽകണമേ എന്നാണ്. സ്വയ്യിബൻ നാഫിഅ, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, ഉപകാരപ്രദമായ മഴ നീ ഞങ്ങൾക്ക് നൽകണമേ. ഇത് പഠിക്കണം, ഇത് നമ്മൾ പ്രാർത്ഥിക്കണം. മഴ പെയ്യുന്ന സമയത്ത് ഈ പ്രാർത്ഥന നമ്മുടെ മനസ്സിൽ നിറയട്ടെ. നമ്മുടെ നാവ് മണ്ണ് മഴജലം കൊണ്ട് നനയുന്നത് പോലെ ഈ പ്രാർത്ഥന കൊണ്ട് നമ്മുടെ നാവ് നനയട്ടെ. അതേപോലെ തന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ എന്താ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? അല്ലെ, മഴ പെയ്യാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നവരായിരുന്നു നമ്മൾ. മഴ പെയ്തപ്പോൾ പിന്നെ ആ ഒരു ഓർമ്മ ഒന്നും നമുക്കില്ല. മഴ പെയ്തു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കണം, മുത്തിർന ബിഫളില്ലാഹി വബിറഹ്മതിഹി, മുത്തിർന, ഞങ്ങൾക്കിതാ മഴ ലഭിച്ചിരിക്കുകയാണ്. ബിഫളില്ലാ, ആരുടെയും ഔദാര്യം കൊണ്ടല്ല, ഒരു ടെക്നോളജിയും കൊണ്ടല്ല, ഒരു ക്ലൗഡ് സീഡിങ്ങും കൊണ്ടല്ല. പടച്ച റബ്ബേ, അങ്ങേയറ്റത്തെ പ്രയാസത്തിലും വരൾച്ചയിലേക്കും നീങ്ങുകയായിരുന്നു. പക്ഷെ നിന്റെ ഔദാര്യം കൊണ്ട് മാത്രമാണ് നിഅമത്തും ആയത്തുമായി നീ മഴ വർഷിപ്പിച്ചിട്ടുള്ളത്. മുത്തിർനാ ബിഫളില്ലാ, അള്ളാന്റെ ഔദാര്യം കൊണ്ട് മഴ വർഷിക്കപ്പെട്ടു. വബി റഹ്മതിഹി, അവന്റെ കാരുണ്യം കൊണ്ടും. ഇനി മഴ ആധിക്യമായി നമുക്ക് തോന്നുകയാണെങ്കിൽ, നമ്മുടെ ജീവിത ചുറ്റുപാടുകളിലേക്ക് ഇത്രത്തോളം മഴ ഇനി നമുക്ക് വേണ്ട എന്ന് നമ്മൾക്ക് തോന്നുകയാണെങ്കിൽ, അത് എൻ്റെ വീട്ടിലേക്ക് പ്രയാസമായി തീരും, എൻ്റെ ജീവിതത്തെ ബാധിക്കും, ഉപജീവനത്തിന് പ്രയാസം ഉണ്ടാക്കും, എന്നാൽ ആവശ്യത്തിനുള്ള ജലം ലഭിക്കുകയും വേണം എന്ന രൂപത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന, അല്ലാഹുമ്മ അലൽ ആകാമി വൽദിറാബി വബുതൂനിൽ ഔദിയതി വമനാബതി ശജർ എന്നാണ്. അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന, അങ്ങനെയെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുക, ആ പദമെങ്കിലും. അഥവാ അല്ലാഹുവേ ഹവാലൈന, ഞങ്ങളുടെ ചുറ്റുഭാഗങ്ങളിലേക്ക്, വലാ അലൈന, ഞങ്ങൾക്കല്ല, ഞങ്ങൾക്ക് ആവശ്യത്തിലുള്ള വെള്ളം നീ നൽകി. ഇനിയും വെള്ളം ലഭിക്കാത്ത സ്ഥലങ്ങളുണ്ടെങ്കിൽ, ഏരിയകളുണ്ടെങ്കിൽ അവിടേക്ക് നീ മഴമേഘങ്ങളെ, മഴയെ നീ നീക്കണമേ എന്ന് വിനയത്തോടു കൂടി അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. കിബറോട് കൂടിയല്ല, അഹങ്കാരത്തോടു കൂടിയല്ല, അങ്ങേയറ്റത്തെ കാലത്തെ പഴിച്ചുകൊണ്ടല്ല. അള്ളാഹുവാണ് കാലം. വലാത്ത സുബുദ്ദഹറ, നിങ്ങൾ കാലത്തെ പഴിക്കാൻ പാടില്ല. നമുക്ക് ആവശ്യത്തിന് കിട്ടിക്കഴിഞ്ഞാൽ കിട്ടാത്ത ആളുകൾക്ക് കിട്ടട്ടെ, അത് പാഴാക്കാതെ പങ്കുവെക്കുന്ന മനസ്സിലേക്ക് നമ്മൾ എത്തിച്ചേരുക. ആ പ്രാർത്ഥന അല്ലാഹുവേ ഹവാലൈന വലാ അലൈന, ഇനി ഞങ്ങൾക്കല്ല, ഞങ്ങളുടെ പരിസരങ്ങളിലേക്ക്. അല്ലാഹുമ്മ അലൽ ആകാമി വൽദിറാബി വബുതൂനിൽ ഔദിയതി വമനാബിതി ശജർ, കുന്നുകളിലേക്ക്, മലകളിലേക്ക്, താഴ്വാരങ്ങളിലേക്ക്, ഞങ്ങൾക്ക് വീണ്ടും വേനലേക്കും കുടിവെള്ളം ലഭിക്കാത്ത സമയത്ത് ഭൂഗർഭ ജലമായി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതിന് മരത്തിൻ്റെ വേരുകളിലേക്കൊക്കെ, കാടുകളിലേക്കൊക്കെ ഇന്ന് മഴ നീ വർഷിപ്പിക്കണം. അങ്ങനെ അത് ഭൂഗർഭ ജലമായിട്ട് നിലനിൽക്കുന്ന അനുഗ്രഹം നീ ഞങ്ങൾക്ക് നൽകണം. ആ അർത്ഥത്തിലുള്ള പ്രാർത്ഥനയാണ് നിർവഹിക്കേണ്ടത്. അപ്പോൾ ഈ പ്രാർത്ഥനയാണ് ഈ മഴക്കാലം തുടങ്ങുന്നതിന് മുന്നോടിയായും അതേപോലെ തന്നെ ഈ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുമൊക്കെ നമ്മൾ നിർവഹിക്കേണ്ടത്. അതേപോലെ തന്നെ മഴ പെയ്യുകയാണ്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രയാസങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലൊക്കെ മാറ്റങ്ങൾ വന്നതുകൊണ്ട് പല വികസന പ്രവൃത്തികളുടെയും ഭാഗമായിക്കൊണ്ട് റോഡിൻ്റെ ഒക്കെ വികസനങ്ങൾ നടക്കുകയാണ്. ആക്സിഡൻറ്റുകൾ, അപകടങ്ങൾ ഒക്കെ കൂടാൻ സാധ്യതയുണ്ട്. എവിടെയൊക്കെയാണ് കുഴികൾ, കാര്യങ്ങൾ ഉണ്ടാകുക എന്നറിയുകയില്ല. അപ്പോൾ ആസൂത്രണം വേണം, ശ്രദ്ധ വേണം, പ്രാർത്ഥന വേണം, എല്ലാം വേണം. ആ ഒരു കരുതലോടെ നീങ്ങണം. കുട്ടികളോടൊക്കെ പറയണം. ഇടക്കിടക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലും പത്രങ്ങളിലും മീഡിയകളിലും ഒക്കെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ പുറത്തുവിടുന്നതിൽ കാണാം, കുട്ടികൾ ഈ മഴക്കാലത്തും അല്ലാത്ത സമയത്തുമൊക്കെ വാഹനങ്ങളിൽ അപകടകരമായ രീതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപകടം നമ്മൾ വരുത്തി വെക്കുന്ന അശ്രദ്ധ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുസ്ലിം എന്ന നിലക്ക് ജീവിതത്തിൻ്റെ സർവ്വതലങ്ങളിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ ജാഗ്രതയോടെ, കരുതലയോടെ, സൂക്ഷ്മതാബോധത്തോടെ, മതവിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് അങ്ങനെ സമൂഹത്തിനും കുടുംബത്തിനും മറ്റുള്ളവർക്കും ഭാരമാകാതെ, എന്നാൽ പ്രതീക്ഷയും പ്രകാശവും നൽകി നന്മയിൽ സാന്നിധ്യം അറിയിച്ച് മുന്നോട്ട് നീങ്ങുന്ന ഉത്ബുദ്ധരായ മുസ്ലിമീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, നീ നൽകിക്കൊണ്ടിരിക്കുന്ന മഴയെന്ന നിഅമത്ത് ഞങ്ങൾക്ക് നീ ആശ്വാസം നൽകണമേ. അള്ളാഹുവെ, ഞങ്ങൾക്ക് ആവശ്യം വരുന്ന രൂപത്തിലായിക്കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അതും അറിയുന്നവൻ നീയാണ്. ലഭിക്കാത്തവരിലേക്ക് ഈ മഴയെ, ജലത്തെ നീ നീക്കണമേ നാഥ. അള്ളാഹുവെ, ഞങ്ങളുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളെയും നീ സഫലമാക്കി തരയണമേ നാഥ. അള്ളാഹുവെ, ഹലാലായ ഉപജീവനത്തിൻ്റെ വഴിയിലൂടെ മരിക്കുവോളം സഞ്ചരിക്കാനുള്ള ധർമ്മനിഷ്ഠ ഞങ്ങൾക്ക് നീ നൽകണമേ നാഥ. അള്ളാഹുവെ, വിശ്വാസത്തിലും കർമ്മത്തിലും ശരീരത്തിലും വസ്ത്രത്തിലും
അള്ളാഹുവെ ജീവിത ചുറ്റുപാടുകളിലും വീട് പരിസരങ്ങളിലുമൊക്കെ ശുചിത്വപൂർണമായ അന്തരീക്ഷം കാക്ഷിക്കുകയും അതിനുവേണ്ടി നേതൃപരമായ പങ്കുവഹിക്കുകയും ചെയ്യുന്ന സാമൂഹ്യ ബോധമുള്ള മുസ്ലിമീങ്ങളിൽ ഞങ്ങളെ നീ ചേർക്കണമേ നാഥ. അള്ളാഹുവെ ഞങ്ങൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അള്ളാഹു അവർക്കെല്ലാം നീ മഗ്ഫിറത്ത് നൽകണമേ. അള്ളാഹുവെ ഫലസ്തീനിൽ നിന്ന് പ്രതീക്ഷയുടെ നാമ്പുകൾ അറിയുന്നുണ്ട്. അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സ്വതന്ത്ര ഫലസ്തീനിന് വേണ്ടിയിട്ട് നിരവധി രാജ്യങ്ങൾ കടന്നു വരികയാണ്. അള്ളാഹുവെ ആ പോരാട്ടത്തെ നീ വഴിത്തിരിവിലേക്ക് എത്തിക്കണമേ. അവരിലെ ശുഹദാക്കളുടെ ഷഹാദത്തിന് നീ പ്രതിഫലനം ഉണ്ടാക്കണമേ. അവർക്ക് നീ പ്രതിഫലം നൽകണമേ നാഥ. അള്ളാഹുവെ ഞങ്ങളുടെ എല്ലാ തരത്തിലുമുള്ള നന്മകളിൽ നീ കൂടുതൽ ബറക്കത്ത് പ്രദാനം ചെയ്യണമേ. ഈ വർഷത്തെ ഹജ്ജ് ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര തിരിച്ച ഹാജിമാർ, അള്ളാഹുവെ അവർക്ക് സ്വീകാര്യോഗ്യമായ ഹജ്ജ് നിർവഹിക്കാനുള്ള ആഫിയത്തും അറിവും നീ പ്രദാനം ചെയ്യണമേ നാഥ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്